ഹലോ ഡിയേഴ്സ്, നിങ്ങളിപ്പം +2 സയൻസ് സബ്ജക്റ്റുകളിൽ സേ എക്സാം എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ചാപ്റ്റർ വൈസ് സബ്ജക്റ്റുകൾ നിങ്ങളിപ്പം ചാപ്റ്റർ വൈസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യം പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന രീതിയിൽ വെയിറ്റേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇതിനകത്ത് വീഡിയോസ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കണ്ട. അപ്പം ഈ ഒരു വീഡിയോയും വെയിറ്റേജുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ്. അപ്പൊ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനകത്ത് ഈ വർഷം നമ്മുടെ അതിനകത്ത് ബാച്ചിൽ വന്ന ഒരു അത്ഭുതകരമായ റിസൾട്ടിനെ കുറിച്ച് ഞാൻ പറയാം. ഈ ഒരു റിസൾട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ എന്ത് ചെയ്തു. സേ എക്സാമിന് അതിനകത്ത് ഇവർ +2 നിങ്ങളെ പോലെ തന്നെ അതിനകത്ത് എന്ത് ചെയ്തു, +2 അവർ എഴുതിയ സമയത്ത് അവർ ഫെയിലായി. പിന്നെ അവർ സേ എക്സാം തനിയെ പ്രിപ്പയർ ചെയ്തു എഴുതാൻ നോക്കി, പക്ഷെ ആ തവണയും അവർ ഫെയിൽ. പിന്നീട് എന്ത് ചെയ്യണം, മൂന്നാമത്തെ ചാൻസിൽ പിന്നെ അടുത്ത വർഷമേ എഴുതാൻ പറ്റുള്ളൂ, +1 +2. അപ്പം അതിനകത്ത് നിങ്ങൾ ഇത്തവണ സേക്ക് പ്രിപ്പറേഷൻ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇത്തവണ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത തവണയായിരിക്കും. ഇപ്പം കഴിഞ്ഞ വർഷത്തൊക്കെ റൂൾ അനുസരിച്ച് +1 +2 എഴുതണം എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇവരതിനകത്ത് +2 നിങ്ങളെ പോലെ ഫെയിലായി, പിന്നെ സേ എക്സാം എഴുതി, അപ്പം തനിയെ പ്രിപ്പയർ ചെയ്തു, പക്ഷെ അവർ വീണ്ടും ഫെയിലായി. അങ്ങനെ പിന്നീട് അതിനകത്ത് മൂന്നാമത് നമ്മുടെ ബാച്ചിനെ കുറിച്ച് അറിഞ്ഞു, ബാച്ചിൽ ജോയിൻ ആയി. കണ്ടോ, അവരുടെ +1ന്റെ ആ സമയത്ത് +1 +2 എഴുതണം എന്ന റിസൾട്ട് വന്നു. അപ്പം 36 മാർക്ക് +1ന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ് റിസൾട്ട് വരിക. അപ്പം തന്നെ 36 വന്നു. പിന്നെ സെക്കൻഡ് ഇയർ അവർ +2ന്റെ വന്നപ്പോൾ കണ്ടോ 46 മാർക്കിലുണ്ട്. അപ്പൊ ഫെയിൽ ആയ ഒരു സ്റ്റുഡന്റിന്, വീണ്ടും ഫെയിൽ ആയ ഒരു സ്റ്റുഡന്റിന് ഇത്രയും മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അതും +1ലും +2ലും ഒരുമിച്ച്. അപ്പൊ നിങ്ങൾ നോക്കണം, അത് കൃത്യമായി അവരൊരിക്കലും ഫെയിൽ ആവേണ്ട ഒരു സ്റ്റുഡന്റ് അല്ല. കൃത്യമായ ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ അവർ ആ ഒരു വർഷം പോലും നഷ്ടപ്പെടാതെ അവർ നേരത്തെ തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി പോകേണ്ട ഒരു സ്റ്റുഡന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ സിമ്പിൾ ആക്കി കോഡുകളും ട്രിക്കുകളും ആക്കി പഠിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് ഈ റിസൾട്ട് കിട്ടിയത്. ഇനി മറ്റൊരു റിസൾട്ടിന്റെയും മറ്റൊരു സ്റ്റുഡന്റിന്റെയും മികച്ച സ്കോറിലോട്ട് എത്തിയ ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഇവർ നോക്കൂ, നിങ്ങൾ ഇവരതിനകത്ത് ഇവരുടെ +2 കഴിഞ്ഞ സമയത്ത് അതിനകത്ത് ഇവര് 6 മാർക്കിന് എന്തായി, ഫെയിലായി എന്നുള്ളതാണ്. 6 മാർക്കിന് കെമിസ്ട്രി അതിനകത്ത് 6 മാർക്കുമായിട്ട്, 6 മാർക്കിനല്ല, സെക്കൻഡ് ഇയർ 6 മാർക്കാണ് ലഭിച്ചത്, അതിനകത്ത് ഫെയിലായി. അങ്ങനെ പിന്നീട് സേ എക്സാം എഴുതി, പക്ഷേ അവര് അതിനകത്ത് ക്ലിയർ ആകാൻ സാധിച്ചില്ല. പിന്നീട് നമ്മളെ കുറിച്ച് അറിഞ്ഞ് നമ്മുടെ ബാച്ചിൽ മൂന്നാമത്തെ തവണ ജോയിൻ ആയിട്ട് അവര് അതിനകത്ത് +2 ഫോക്കസ് ചെയ്ത് എഴുതിയിട്ട് കണ്ടോ, അതിനകത്ത് +2ൽ 35 മാർക്ക്, 6 മാർക്കായിരുന്ന ഒരു കേസിൽ നിന്നും 35 മാർക്കിലോട്ട് എത്തിയത്. അപ്പം അതാണ്. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് എത്ര കുറവാണെങ്കിലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഇനി +1ൽ എത്ര കുറവാണെങ്കിലും അത് +2ൽ എടുത്താൽ മതി. +2ൽ 35, ഫിസിക്സിലൊക്കെ 30, 40 മാർക്ക്. ഇപ്പൊ കഴിഞ്ഞ കേസ് കണ്ടില്ലേ, കെമിസ്ട്രിയിൽ 46 മാർക്ക് ഫെയിൽ ആയ ഒരു സ്റ്റുഡന്റ് നേടിയത്. അപ്പൊ അങ്ങനെ ഒരുപാട് കേസുകൾ. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. നിങ്ങളിപ്പം നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ റിസൾട്ടുകൾ കൂടി കണ്ടോളൂ. 6 മാർക്കുമായിട്ട് ഫെയിൽ ആയി വന്നിട്ട് 32. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുകളാണ്. 5 മാർക്ക് 24, 6 27, 5 7 എങ്ങാണ്ടായിരുന്നു ഫിസിക്സിന്റെ, എങ്ങാണ്ട് അട്ടപ്പടലം പൊട്ടി. +1 8 28 ആയി. കെമിസ്ട്രിയും ഫെയിൽ ആയിരുന്നവർ 9 31 ആയി. കെമിസ്ട്രിയിൽ അതുപോലെ ഫിസിക്സിലെ 40 അറൗണ്ട് മാർക്ക്, അതായത് ഇവർ +1 ഫെയിൽ ആയി 16 +2 ഫസ്റ്റ് പാസ് ആയിരുന്നു, പക്ഷേ +2 മൊത്തത്തിൽ നോക്കുമ്പോൾ ഫെയിൽ ആയി. അങ്ങനെ ഇവർ സേ എക്സാം എഴുതി +2ൽ കണ്ടോ 40 അറൗണ്ട്, അതുപോലെ 17 30 ആയ, 10 28 ആയ, 14 32 ആയ, ഒത്തിരി കേസുകൾ ഇതിനകത്തുണ്ട്. ഇവർ മാത്സും ബയോളജിയും അതിനകത്ത് മൂന്നാമത്തെ ചാൻസിൽ നമ്മളെ കുറിച്ച് അറിഞ്ഞ് ബാച്ചിൽ ജോയിൻ ആയിട്ട് ക്ലിയർ ആയി. ഇപ്പോൾ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ ജോലിയല്ല, അതിനകത്ത് പ്ലേസ്മെന്റ് ആഗ്രഹിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ബാച്ചിലെ ഒരു SSLCയിലൊക്കെ കുറഞ്ഞ A+ ഉള്ള ഒരു പയ്യന്റെ റിസൾട്ട് ആണ്. അവന്റെ സ്ട്രീമുകളിലൊക്കെ മികച്ച മാർക്ക് നേടിയത് കാണാൻ സാധിക്കും. ഇത് ഇത്തവണ അതിനകത്ത് ഫെയിലായി, പിന്നീട് +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നപ്പോൾ മികച്ച മാർക്ക് നേടിയവരൊക്കെയാണ്. അതിനകത്ത് ഒരുപാട് കേസുകൾ നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പം ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഡെമോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ആയാൽ മതി എന്നുള്ളതാണ്. സോ അതിനകത്ത് നമ്മുടെ ലൈവ് ആയിട്ടുള്ള സെഷനുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. ഇനി അതിനകത്ത് കെമിസ്ട്രിയുടെ വെയിറ്റേജ് ഞാൻ അതിനകത്ത് പറയാം. അതുപോലെ അതിനകത്ത് ഫിസിക്സിന്റെ വെയിറ്റേജ്, അതുപോലെ തന്നെ മാത്സിന്റെ വെയിറ്റേജ്, അതുപോലെ ബയോളജിയുടെ വെയിറ്റേജ് ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇന്ന് ഞാൻ കെമിസ്ട്രിയുടെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുക, സൊല്യൂഷൻസ്. അതിനകത്ത് നിങ്ങൾ ആദ്യം ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഏത് ചാപ്റ്റർ എന്ന് അറിയാമോ, അത് സൊല്യൂഷൻ തന്നെയാണ്. കാരണം എന്താണ്, 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് മിക്കവാറും അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. ഹെൻറീസ് ലോയും ഐഡിയൽ സൊല്യൂഷനും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷറും അതൊക്കെയാണ്, വാൻ ഡോർ ഫാക്ടർ ഒക്കെയാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷനെ, അതുപോലെ തന്നെ ബാറ്ററി, സെക്കൻഡറി ബാറ്ററി, പ്രൈമറി ബാറ്ററി, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൊറോഷനെ, അതുപോലെ തന്നെ
ഫ്യൂവൽ സെല്ല്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതുപോലെ തന്നെ അതിനകത്ത് മോളാർ കണ്ടക്ടിവിറ്റി, അതുപോലെ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് സംഭവങ്ങൾ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. കുൾറാഷ് ലോ, കെമിക്കൽ കൈനറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. അതിലും വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരുപാട് ടോപ്പിക്സ് ഇതിനകത്തുണ്ട്. അതുപോലെ ഡി ആൻഡ് എഫ്, അതിനകത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന ലാൻഡനൈറ്റ് കൺട്രാക്ഷനും അതുപോലെ എളുപ്പത്തിലുള്ള കുറച്ച് കാര്യങ്ങളെ അതിനകത്തുള്ളൂ. അതുപോലെ പിന്നീട് നിങ്ങൾക്ക് കോർഡിനേഷൻ പഠിക്കാം, കാരണം പലർക്കും ഓർഗാനിക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇനി കോർഡിനേഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് ബയോമോളിക്യൂൾ പഠിക്കാം, ബയോമോളിക്യൂളും അമീനും പഠിക്കാം. കോർഡിനേഷൻ എളുപ്പമുള്ളവരാണെങ്കിൽ അത് പഠിച്ചോളൂ, അല്ലെങ്കിൽ ബയോമോളിക്യൂളും അമീനും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്നതാണ്. അപ്പം തന്നെ 9 മാർക്ക് ആയില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കോർഡിനേഷനിലോട്ട് വരാം. അതുപോലെ ഓർഗാനിക്കിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഹാലോ ആൽക്കീൻസ് 9 മാർക്കാണ് സേ എക്സാമിന്. ഇത് 2025 കഴിഞ്ഞ സേന്റെ വെയിറ്റേജ് ആട്ടോ. അപ്പം പിന്നെ നിങ്ങൾക്ക് ഹാലോ ആൽക്കീൻ നോക്കാം, ആൽക്കോഹോൾ ഫീനോൾ നോക്കാം, ആൽഡിഹൈഡ് കീറ്റോൺ, അതിനകത്ത് വലിയൊരു ചാപ്റ്ററാണ്, കുറച്ച് ഉണ്ട് ലെങ്തി. അപ്പൊ അതുകൊണ്ട് അത് അവസാനം നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ സജഷൻ അതിനകത്ത്. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാം. അപ്പൊ ഓരോ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ബാച്ചിൽ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, പഠിപ്പിച്ച് പോവുക. അതും കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കിയിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ റിസൾട്ടുകളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ നമ്മൾ അതിനകത്ത് ഇനിയും നിങ്ങൾ ലേറ്റ് ആകണ്ട, കാരണം ക്ലാസ്സുകൾ അതിനകത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അതിനകത്ത് മിസ്സാകും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 27 36 70 70 45. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. സേ എക്സാം എന്ത് ചെയ്യുക, മാക്സിമം നന്നായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് നിങ്ങൾ പോകണം. അപ്പോൾ നിങ്ങളുടെ ചങ്കളിലോട്ടൊക്കെ ഷെയർ ചെയ്തോളൂ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.